ഹലോ കൂട്ടുകാരെ, കിങ് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ടുവേർഡ്സ് എ 100-fold yield, വിളയിക്കാം 100 മേനി എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ കൃഷിയെക്കുറിച്ചും കൃഷി സംബന്ധമായ വിവരങ്ങളുമാണ് കൂടുതലായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. നോക്കൂ, നല്ലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു കുട്ടി എന്ത് ചെയ്യണോ, ഒരു ചെടി നടുന്നതാണ് കാണിക്കുന്നത്. നോക്കാം എന്താണ് പറയുന്നത് നോക്കാം. വെൻ വിൽ മൈ മാംഗോ ട്രീ ബിയർ മാംഗോസ് ലൈക്ക് ദാറ്റ് ബിഗ് ട്രീ? ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാവുക. അതാ വലിയൊരു മാവ്, ഇതാ ഇവിടെ നിറയെ കാശ് നിൽക്കുന്നു. ഈ മാവിനെ പോലെ ഈ ഒരു ചെറിയ മാവ് നട്ടിരിക്കുന്നതിൽ എപ്പോഴാണ് ഇതുപോലെ മാങ്ങ കായ്ക്കുക എന്ന് ആ കുട്ടി ചോദിക്കുകയാണ്. Have patience, your mango tree will also give you lot of mangoes within 8 to 10 years. കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിന്റെ മാവും എന്നെ പോലെ ധാരാളം മാങ്ങകൾ നൽകും. ആണല്ലോ, പഴയ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ഈ മാവുകൾ നട്ടാൽ ഒരു 10 വർഷമെങ്കിലുമൊക്കെ കഴിഞ്ഞ് മാങ്ങ കിട്ടുള്ളൂ. ഇപ്പം അതിൽ നിന്ന് സയൻസ് പരമായിട്ട് ഒരുപാട് പുരോഗമിച്ചതോട് കൂടി നമുക്ക് പെട്ടെന്ന് കായ്ക്കുന്ന മാവിൻ തൈകളൊക്കെ കിട്ടാറുണ്ട് അല്ലേ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കുന്നത്. ഓക്കെ, യു മേ ഹാവ് സീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാംഗോ ട്രീസ് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്. ആസ്ക് ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ ദ മാംഗോ സാപ്ലിങ്സ് ടു ഗ്രോ ആൻഡ് പ്രൊഡ്യൂസ്. നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലുമായി പലതരം മാവുകളില്ലേ? വിത്ത് മുളച്ച് തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കുമെന്നാണ് വീട്ടിലെ മുതിർന്നവരോട് അന്വേഷിച്ചു നോക്കാനാണ് പറയുന്നത്. ഒരു മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കും? വാട്ട് ആർ ദ എക്സ്പെക്ടേഷൻസ് വൈൽ പ്ലാന്റിംഗ് ആൻഡ് നർട്ടറിംഗ് എ മാംഗോ സാപ്ലിംഗ്? എന്താണ് അത് പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ കായ്ക്കും എന്നൊരു ചിന്ത നമ്മളെ മനസ്സിൽ ഉണ്ടാകും അല്ലേ? അത് കാഴ്ച വരുന്ന ആ ഒരു പ്രതീക്ഷയോട് കൂടിയായിരിക്കും നമ്മൾ മാന്തൈ നടുന്നത്. ഷുഡ് ഗെറ്റ് എ ലോട്ട് ഓഫ് മാംഗോസ്, ധാരാളം മാങ്ങ ഉണ്ടാവണം, നമ്മൾ അത് ചിന്തിക്കും അല്ലേ? മസ്റ്റ് സ്റ്റാർട്ട് ഈൽഡിങ് അറ്റ് ദ എയർലിയസ്റ്റ്, വേഗം കായ്ക്കണം. മാംഗോ ഷുഡ് ബി സ്വീറ്റ്, നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാകണം. ഇക്കാര്യങ്ങളൊക്കെ നമ്മളൊരു മാവിൻ തൈ നടുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അല്ലെ? നല്ല മധുരമുള്ള മാങ്ങ ആയിരിക്കണം, പെട്ടെന്ന് കായ്ക്കണം, ധാരാളം മാങ്ങ ഉണ്ടാവണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആറിൻറ്റ് അവർ ഗോൾസ് ദ സെയിം വൈൽ കൾട്ടിവേറ്റിംഗ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഓർ സീറൽസ് ടു? പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഇവ തന്നെയല്ലേ അല്ലേ? ആണ്. ഷുഡ് ഈൽഡ് ക്വിക്ക്ലി, വേഗം ഫലം ഉണ്ടാവണമെന്ന്. മസ്റ്റ് ഈൽഡ് പ്ലെന്റി, നല്ല വിളവ് ലഭിക്കണം. ഈൽഡ് ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടായിരിക്കും നമ്മളൊരു മാവ് നടുന്നത്. വാട്ട് തിങ്സ് ആർ ടു ബി ടേക്കൺ കെയർ ഓഫ് ദ അച്ചീവ്സ് ദിസ്? ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പോൾ നമ്മളൊരു ചെടി നടുമ്പോഴത്തേക്ക് അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം? എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം? ഗുഡ് സീഡ്, പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ്. എന്താണ്? നല്ല വിത്തുകൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം, ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്തോന്നാണ്? ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണായിരിക്കണം രണ്ടാമത്തത്. എന്താണ്? ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം. നാലാമത്തെ എന്താണ്? പെസ്റ്റ് ആൻഡ് വീഡ് ഷുഡ് ബി കൺട്രോൾഡ്, കളകളെയും നിയന്ത്രിക്കണം. പെസ്റ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ചെടി നടുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഗുഡ് സീഡ്, പ്ലാന്റിംഗ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്, ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, പെസ്റ്റ് ആൻഡ് വീഡ്സ് ഷുഡ് ബി കൺട്രോൾഡ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറിഗേഷൻ ഷുഡ് ബി ഡൺ. നല്ല വിത്തുകൾ, നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം, സൂര്യപ്രകാശം ലഭ്യമാക്കണം, മണ്ണ് വളക്കൂറുള്ളതാകണം, അനുയോജ്യമായ കാലാവസ്ഥ, വളപ്രയോഗം, ജലസേചനം നടത്തണം, വളപ്രയോഗവും ജലസേചനവും നടത്തണം, കളകളെയും നിയന്ത്രിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്.
എന്തൊക്കെയാണ്? പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത്? എന്തൊക്കെയാണ്? വേഗം ഫലം ഉണ്ടാവണമെന്നും നല്ല വിളവ് ലഭിക്കണമെന്നും ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കുകയും വേണമെന്നും. പിന്നെ എന്താണ്? നമ്മളൊരു കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നല്ല വിത്തുകൾ ഓർ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം. സൂര്യപ്രകാശം ലഭ്യമാകണം. മണ്ണ് വളക്കൂറുള്ളതാകണം. അനുയോജ്യമായ കാലാവസ്ഥ. വളപ്രയോഗവും ജലസേചനവും നടത്തണം. കീടങ്ങളെയും കളകളെയും നിയന്ത്രിക്കണം. ഓക്കെ, ഇങ്ങനെ അടുത്ത് നോക്കാം. സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, വിത്തുകളും നടീൽ വസ്തുക്കളും. അതിൽ നമ്മൾ പറഞ്ഞതിൽ ആദ്യത്തെ ഉള്ളത് എന്താണ്? ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. പണ്ട് വിത്ത് ഗുണം 10 ഗുണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിത്ത് ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിത്തിന്റെ ഗുണം അനുസരിച്ച് നമുക്ക് അതിൽ നിന്നുള്ള കായ്കൾ കിട്ടുന്നത് അതനുസരിച്ചായിരിക്കും. നല്ല വിത്താണെങ്കിൽ നല്ല ഫലം കിട്ടും. വിത്ത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഫലത്തിനെ അത് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, അവിടെ നോക്ക്. പ്ലാന്റ് പീറ്റർ ഗോഡിൻ്റെത്, അതിന്റെ ഫ്രൂട്ട്, സീഡ് തന്നിട്ടുണ്ട്. ചെടി, ഫലം, വിത്ത്. വേർ ആർ സീഡ്സ് ഫോംഡ്? സീഡ്സ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? സീഡ്സ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റൈപ്പൻഡ് ഫ്രൂട്ട്സ്. പഴുത്ത ഫ്രൂട്ട്സിൽ നിന്നാണ് സീഡ് നമുക്ക് കിട്ടുന്നത്. വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്സ്? മികച്ച വിത്ത് തിരഞ്ഞെടുക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം? എന്തൊക്കെ ചെയ്യണം നോക്കാം. വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്? ബെസ്റ്റ് സീഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം? ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്ടഡ് ടു ബെറ്റർ ഈൽഡ്. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. ഫോർ ദിസ് ദ റെസ്പെക്റ്റീവ് പ്ലാന്റ് ആൻഡ് ഫ്രൂട്ട് ഷുഡ് ആൾസോ ഹാവ് ഗുഡ് ക്വാളിറ്റി. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ചെടി, ഫലം എന്നിവയും ഗുണമേന്മയുള്ളതാകണം. അതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്തെടുക്കുന്ന ചെടി ആരോഗ്യമുള്ളതും കായ്ഫലം കൂടുതലുള്ളതും നല്ല വളർച്ചയുള്ളതുമായിരിക്കണം. വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം മധ്യകാലത്തുണ്ടാകുന്നതാകണം. മധ്യകാലത്തുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ചെടി പൊടിച്ചു വന്ന് അതിൽ ആദ്യം കായുണ്ടായി അതിൽ നിന്നുള്ള വിത്തെടുക്കരുത്. കുറെ കായ്ക്ക് വന്നതിന് ശേഷം അത് പിന്നെ വരുന്നതാണ് വിത്തായിട്ട് എടുക്കാനുള്ളത്. അതാണ് കുറച്ചുകൂടെ ഗുണമേന്മയുള്ള വിത്തായിരിക്കും. പുഷ്ടിയുള്ളതും മൂപ്പത്തിയതുമായിരിക്കണം. തിരഞ്ഞെടുക്കുന്ന വിത്ത് സ്വാഭാവിക ആകൃതി, വലിപ്പം എന്നിവയുള്ളതും സ്വാഭാവിക ഭാരമുള്ളതും പുറംതൊലിയിൽ കേടില്ലാത്തതുമായിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഒരു വിത്ത് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്ടഡ് എ ബെറ്റർ. ആദ്യം നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണമെങ്കിൽ എന്തോന്നാണ്? അത് അങ്ങനെയുള്ള ഒരു ചെടി ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ചെടിയിൽ നിന്നുള്ള വിത്തായിരിക്കണം നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അടുത്ത് നോക്കൂ. ലുക്ക് അറ്റ് ദീസ് പ്ലാന്റ്സ്. 2 പ്ലാന്റ്സിന് കാണിച്ചിട്ടുണ്ട് ഇവിടെ. പ്ലാന്റ്സ് വുഡ് യു ചൂസ് ദ കളക്ട് സീഡ്സ് ഫ്രം? വൈ? ഒക്കെ 2 ചെടിയെ തന്നിട്ടുണ്ട്. വിത്ത് ശേഖരിക്കാൻ ഇവയിൽ ഏത് ചെടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ട്? ഏത് ചെടിയായിരിക്കും? 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് 1ഉം പ്ലാന്റ് 2 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് 2വിനേക്കാളും കൂടുതൽ ആണ് പ്ലാന്റ് 1ൽ കായ്ച്ചു നിൽക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഏത് ചെടി എടുക്കും? പ്ലാന്റ് 1 തന്നെ എടുക്കുള്ളൂ അല്ലേ? You know that a single plant can produce many fruits. Fruits from which harvesting stage should be selected to get good seed. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം അല്ലേ? ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് വിത്തിനായി തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ ഗുഡ് ക്വാളിറ്റിയുള്ള വിത്ത് ഏത് സമയത്തുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? Are the fruits formed at the initial and final stages of the lifespan of plants ideal for seed collection? ആദ്യം ഉണ്ടാകുന്ന ഫലവും അവസാനം ഉണ്ടാകുന്ന ഫലവും വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമാണോ? ആണോ? അല്ല, നോ. നമ്മൾ ആദ്യം ഉണ്ടാകുന്ന വിത്തും എടുക്കാൻ പാടില്ല, അവസാനം ഉണ്ടാകുന്ന വിത്ത് എടുക്കാൻ പാടില്ല. അതിനിടയ്ക്കുള്ള ഒരു പകുതി കാലഘട്ടം ആവുന്ന ആ ഒരു രീതിക്കുള്ള അതിൽ നിന്ന് വരുന്ന ഫലത്തിൽ നിന്നുള്ള വിത്ത് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റൈപ്പൻഡ് ഫ്രൂട്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. Plants like lady's finger and pea contain numerous seeds in single fruit. Can all these seeds to be used for production of seedling? How can we select the best seeds from them? അതായത്
ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്ന് വിളഞ്ഞ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത്. വെണ്ട, പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാവും. കണ്ടിട്ടില്ലേ? വെണ്ട എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പയർ അത് ഉണങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി വിത്തുകൾ ഒരു പയറിൽ നിന്നേനും ഒത്തിരി വിത്തുകൾ ഉണ്ടാവും. അതേ കണക്ക് ഒരു വെണ്ടയിൽ നിന്നേനും ഒത്തിരി വിത്തുകൾ ഉണ്ടാവും. ധാരാളം വിത്തുകൾ ഉണ്ടാവും. അവയെല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാമോ? അതില് ചിലപ്പോ നല്ലതുണ്ടാവാം, ചിലപ്പോ കേടുള്ളതും ഉണ്ടാവാം. അപ്പോൾ അതിൽ നല്ല വിത്തുകൾ മാത്രമേ, എല്ലാം പൊടിക്കണമെന്നില്ല, നല്ലത് മാത്രമേ ചെടിയായിട്ട് വളർന്ന് വരികയുള്ളൂ. അവയിൽ നിന്ന് നല്ല വിത്ത് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? Take a few pea seeds, select the best seeds from them based on the following factor. അതിൻ്റെ ഷേപ്പ്, വെയിറ്റ്, സൈസ്, സീഡ് കോട്ട് ഇതൊക്കെ നോക്കിയാണ് നമ്മൾ ഒരു വിത്ത് തിരഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ ആകൃതി, വലിപ്പം, ഭാരം, പുറന്തോട് അങ്ങനെയൊക്കെ ഉള്ളത് നോക്കി നല്ല വെയിറ്റ് ഉള്ളത്, ആകൃതി ഉള്ളത്, അത് കേടൊന്നും വരാത്തത്, നല്ല വലിപ്പമുള്ളത് ഒക്കെ നോക്കിയാണ് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുന്നത്. നോക്ക്, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് while selecting seeds are given below. Put a tick mark in the appropriate box. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റ് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. വിത്തെടുക്കുന്ന ചെടി. അതിലെന്തൊക്കെ തന്നിട്ടുണ്ട്? ലോ ഈൽഡിങ്, ഹൈ ഈൽഡിങ്, ഹെൽത്തി പ്ലാന്റ്, ഇൻഫെക്റ്റഡ് പ്ലാന്റ്. അപ്പൊ കായ്ഫലം കുറവുള്ളത്, കായ്ഫലം കൂടുതലുള്ളത്, ആരോഗ്യമുള്ള ചെടി, രോഗബാധയുള്ള ചെടി, വളർച്ച മുരടിച്ചത്. നമ്മൾ എങ്ങനെ കായ്ഫലം കുറവുള്ള ചെടി എടുക്കൂ? ഇല്ല, കായ്ഫലം കൂടിയതായി എടുക്കുള്ളൂ. ഒന്നാമത്തേതിൽ ഏതാണ് കായ്ഫലം കൂടുതലുള്ളത്? പിന്നെ ആരോഗ്യമുള്ള ചെടി അതല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ. രോഗബാധ പിടിച്ച ഏതെങ്കിലും ചെടി നമ്മൾ തിരഞ്ഞെടുക്കുമോ? അല്ലെങ്കിൽ വളർച്ച മുരടിച്ച ചെടി തിരഞ്ഞെടുക്കുമോ? ഇല്ല, കായ്ഫലം കൂടുതലുള്ളതും ആരോഗ്യമുള്ളതുമായ ഒരു ചെടിയായിരിക്കും അതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത്, ഫ്രൂട്ട് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം. അതെങ്ങനെയുള്ള ഫ്രൂട്ട് ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. ആദ്യമുണ്ടായ ഫലം അത് നമ്മൾ തിരഞ്ഞെടുക്കുമോ? ഇല്ല, അങ്ങനെയുള്ളത് തിരഞ്ഞെടുക്കില്ല എന്ന് നമ്മൾ കുറച്ച് മുന്നേ തന്നെ പറഞ്ഞായിരുന്നു. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. അവസാന കാലത്തുണ്ടായ ഫലം അത് നമ്മൾ തിരഞ്ഞെടുക്കൂല, അല്ലേ? എപ്പോഴും കായ്ക്കുന്നതാണ്? മധ്യകാലത്തുണ്ടാകുന്ന ഫലം. ഏതാണ്? ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. മിഡിൽ ഭാഗത്ത്, മധ്യകാലത്തുണ്ടാകുന്ന ഫലമാണ് നമ്മൾ വിത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഫുള്ളി റൈപ്പൻഡ്, മൂപ്പെത്തിയതായിരിക്കണം. എന്ന് വെച്ചാൽ നല്ല വിളഞ്ഞ് പഴുത്തത് ആയിരിക്കണം. നോട്ട് റൈപ്പൻഡ്, പഴുക്കാത്ത പച്ചയിൽ നിന്ന് നമ്മൾ വിത്ത് എന്തായാലും എടുക്കില്ല, അല്ലേ? അപ്പൊ ഏതൊക്കെ കാര്യങ്ങൾ? ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. പിന്നെ എന്തോന്നാണ്? ഫുള്ളി റൈപ്പൻഡ്, മൂപ്പെത്തിയതായിരിക്കണം, മധ്യകാലത്തുണ്ടായ ഫലമായിരിക്കണം വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ അടുത്ത അതിന് തിരഞ്ഞെടുക്കുന്ന വിത്ത്, സീഡ് സെലക്റ്റഡ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. നല്ല ഷേപ്പ് ഉള്ളതായിരിക്കണം. ഹാവ് നോർമൽ വെയിറ്റ് ഉണ്ടായിരിക്കണം അതിന്. ഹാവ് ഡാമേജ്ഡ് സീഡ് കോട്ട്, അതിന്റെ പുറമൊക്കെ പൊളിഞ്ഞ് ഇരിക്കുന്നതെന്ന് നമ്മൾ തിരഞ്ഞെടുക്കില്ല. ലൈറ്റ് വെയിറ്റ് കുറഞ്ഞത് നമ്മൾ എടുക്കില്ല. നോർമൽ ആയിട്ടുള്ള സൈസ് ഉള്ളതായിരിക്കും എടുക്കുന്നത്. ഏതൊക്കെയായിരിക്കും? സ്വാഭാവികമായ ഒരു ആകൃതി ഉള്ളതായിരിക്കണം, സ്വാഭാവികമായ ഭാരം ഉള്ളതായിരിക്കണം, സ്വാഭാവികമായ ഒരു വലിപ്പം ഉള്ളതായിരിക്കണം. അങ്ങനെയുള്ള വിത്തുകളെ നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അത് നോക്കാം. Good quality seed should be selected for better yield. For this, the respective plant and fruit should also have good quality. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. അപ്പൊ നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന വിത്ത് എന്ന് പറയുന്നത് നല്ല ഗുണമേന്മയുള്ള വിത്തായിരിക്കണം. ആ വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തണമെങ്കിൽ എന്താദ്യം നോക്കണം? വിത്തെടുക്കുന്ന ഫലവും നോക്കണം, ആ ചെടിയും നോക്കണം. ചെടി നല്ല കാരണം കായ്ക്കുന്ന ചെടിയായിരിക്കണം. അതേ കണക്ക് അതിന്റെ ഫലം എന്ന് പറയുന്നത്, ഫ്രൂട്ട് എന്ന് പറയുന്നത് നല്ല ഉറപ്പുവരുത്താൻ പറ്റത്തക്ക രീതിയിലുള്ള ഫ്രൂട്ടും ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, നോക്കൂ. ആർ ന്യൂ പ്ലാന്റ്സ് ഫോംഡ് ഓൺലി ഫ്രം സീഡ്സ്. നമ്മളിപ്പോൾ ഫ്രൂട്ട്സിൽ നിന്ന് വിത്തെടുക്കുന്ന കാര്യം പറഞ്ഞു, വിത്തിൽ നിന്ന് ചെടി ഉണ്ടാകുന്ന കാര്യമായിരുന്നു പറഞ്ഞത്. എന്നാൽ ആർ ന്യൂ പ്ലാന്റ്സ് ഫോംഡ് ഓൺലി ഫ്രം സീഡ്, വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? അല്ല,
Observe the pictures given below. From which parts of these plants do sapling from? തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഇവയുടെ ഏത് ഭാഗത്ത് നിന്നാണ് സാധാരണ പുതിയ തൈ മുളച്ചുണ്ടാകുന്നത്? ഏതൊക്കെ? ആദ്യത്തേതാണ് കറി ലീഫ് പ്ലാന്റ്. അതെന്തോന്നാണ് കറി ലീഫ് പ്ലാന്റ് എന്ന് പറയുന്നത്? അതിന്റെ സീഡ് റൂട്ടിൽ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നത്. പിന്നെ ജിഞ്ചർ പ്ലാന്റ്, ഇഞ്ചി എന്ന് പറയുന്നത് ഏതിൽ നിന്നാണ്? അതിന്റെ സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ബ്രയോഫിലിയോ അതിൽ നിന്നാണ്? ഇലമുളച്ച് അതിന്റെ ഇലയിൽ നിന്നാണ്, ലീഫിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പെപ്പർ പ്ലാന്റ് എന്തോന്നാണ്? അതിന്റെ സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊക്കെ? കറി ലീഫ്, ഏതാണ്? സീഡ്, റൂട്ട്, സ്റ്റെം, ഇത് മൂന്നിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ജിഞ്ചർ സ്റ്റെമ്മിൽ നിന്ന്, ബ്രയോഫിലിയം ലീഫിൽ നിന്ന്, പെപ്പർ പ്ലാന്റ് സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓക്കെ. കറിവേപ്പ് എന്ന് പറയുന്നത് വേരിൽ നിന്ന്, ഇഞ്ചി ഭൂകാണ്ഡത്തിൽ നിന്ന്, ഇലമുളച്ചി ഇലയിൽ നിന്ന്, കുരുമുളക് അതിന്റെ തണ്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? Haven't you understood that new plants are formed from a parts like root, stem, leaf and underground stem? വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ പോലെ പഠിക്കണ കാര്യമാണല്ലേ. വിത്ത് മുളച്ച് മാത്രമല്ല ചെടികൾ ഉണ്ടാകാറുണ്ട്. അതിനാൽ ഇല, ഭൂകാണ്ഡം എന്നിവയും നടീൽ വസ്തുക്കളിൽ വരുന്നതാണ്. ഓക്കെ, ഏതൊക്കെ? റൂട്ട്, സ്റ്റെം, ലീഫ്, ഇതൊക്കെ എന്തോന്നാണ്? പ്ലാന്റിംഗ് മെറ്റീരിയൽസിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത നോക്കൂ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. എന്താണ്? ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിംഗ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കാൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ ഏതൊക്കെ? വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയക്കാണ് എന്തോന്ന് പറയുന്നത്? കായിക പ്രജനനം എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് ഏതൊക്കെ? റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കാൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയക്കാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. ഓക്കെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കായിക പ്രജനനം എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് asexual reproduction. asexual reproduction ഏതാണ് പറഞ്ഞത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് asexual reproduction ആണ്. Seeds are formed through sexual reproduction. Seedling are germinated from seeds too. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദന രീതിയിലൂടെയാണ്. വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകുമല്ലോ. അപ്പം കായിക പ്രജനനം എന്ന് പറയുന്നത് ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്ത് മുളച്ചുണ്ടാകുന്ന തൈകൾ ഉണ്ടാകുന്നതിനാണ് എന്തോന്ന് പറയുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. മുളച്ച് തൈകൾ ഉണ്ടാകുന്നതിനാണ് എന്തോന്ന് പറയുന്നത്? ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. സീഡ്സ് ആർ ഫോംഡ് ത്രൂ എ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്ലിംഗ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ് ടു. അപ്പൊ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്ക്. ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. റൈറ്റ് ദം. എന്താണ്? കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. റൂട്ട് വഴി ഉണ്ടാകുന്നത് സ്റ്റെം, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം, വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം, വിത്ത്. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു നമ്മൾ? റൂട്ട്, സ്റ്റെം, ലീഫ്, അണ്ടർഗ്രൗണ്ട്. അപ്പൊ റൂട്ടിൽ വരുന്ന ചെടികൾ ഏതൊക്കെയാണ്? ബ്രീഡ് ഫ്രൂട്ട്, കറി ലീഫ്, നീം. അപ്പോൾ കായിക പ്രജനനം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം. അതിൽ വേരിൽ വരുന്നത് ഏതൊക്കെയാണ്? ബ്രീഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ശീമപ്ലാവ്. കറി ലീഫ് എന്ന് പറഞ്ഞാൽ കറിവേപ്പ്. നീം എന്ന് പറഞ്ഞാൽ വേപ്പ്. അടുത്ത സ്റ്റെമ്മിൽ വരുന്നത് ഏതൊക്കെയാണ്? കാണ്ഡത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? മൊറിങ്ക, ഷൂ ഫ്ലവർ, ടപ്പിയോക്ക. മുരിങ്ങ, ഷൂ ഫ്ലവർ എന്ന് പറയുന്ന ചെമ്പരത്തി, ടപ്പിയോക്ക എന്ന് പറയുന്ന മരിച്ചീനി. ലീഫിൽ വരുന്നത് ബ്രയോഫിലിയം, ബിഗോണിയ, സ്നേക്ക് പ്ലാന്റ്. ഇലമുളച്ചി
ബിഗോണിയ, നീലപ്പന. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ വരുന്നത് ഏതൊക്കെയാണ്? ഡയോസ്കോറിയ, ജിഞ്ചർ, ഒണിയൻ. കാച്ചിൽ, വാഴ, മഞ്ഞൾ. ഡയോസ്കോറിയ എന്താണ്? കാച്ചിൽ. അപ്പൊ ഇത് ഇത്രയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ വരുന്നതാണ്. റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ്. അപ്പൊ ഈ പ്ലാന്റ്സ് എല്ലാം ഏതിൽ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ വരുന്നതാണ്. വേര്, കാണ്ട, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ വരുന്നത്. അടുത്ത സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നത് ഏതാണ്? സീഡ്സ് ആയിട്ടുള്ളതെല്ലാം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാണ്. വിത്ത് വർഗത്തിൽപ്പെട്ടതെല്ലാം ലൈംഗിക പ്രത്യുൽപാദനത്തിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? മൊരിങ്ക, ടൊമാറ്റോ, ബ്രിഞ്ചൽ. മുരിങ്ങ, പയർ, നെല്ല്, അങ്ങനെ ഒരുപാട് വിത്തനത്തിൽ ഒരുപാട് നമുക്ക് എഴുതാം ഇവിടെ. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ വരുന്നത് റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ്. കായിക പ്രജനനത്തിൽ വരുന്നത് വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നത് വിത്തുമായിട്ട് സീഡ്സ് ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സ്, സീഡ്സിൽ നിന്ന് രൂപപ്പെടുന്ന എല്ലാ പ്ലാന്റ്സ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാണ്. അടുത്ത നോക്ക്. ഇൻ മൊറിംഗ യങ് പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ്സ് ആൻഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം കട്ടിംഗ്. ക്യാൻ യു ഫൈൻഡ് മോർ എക്സാമ്പിൾസ് പ്ലാന്റ് വിച്ച് ക്യാൻ റീപ്രൊഡ്യൂസ് ബോത്ത് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? അതായത് മുരിങ്ങയിൽ വിത്ത് മുളപ്പിച്ച് നമുക്ക് കമ്പ് നട്ടും മുരിങ്ങയിൽ തൈകൾ ഉണ്ടാക്കാം. അപ്പൊ ഇതുപോലെ ലൈംഗിക അതിപ്പോ രണ്ട് രീതിയിലാണ് വരുന്നുണ്ട്. മുരിങ്ങ എന്ന് പറയുന്നത് കായിക പ്രജനനം വഴിയും വരുന്നുണ്ട്, ലൈംഗിക പ്രത്യുൽപാദനം വഴിയും വരുന്നുണ്ട്. ഏതൊക്കെ? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും വരുന്നുണ്ട്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും വരുന്നുണ്ട്. ഏത്? മുരിങ്ങ എന്ന് പറയുന്നത്. അതുപോലെ ഈ രണ്ട് രീതിയിലും വരുന്നതിന് ഏതൊക്കെ ഉദാഹരണങ്ങൾ എഴുതാം? ഏതൊക്കെ എഴുതാം? ചീമക്കൊന്ന, കറി ലീഫ്, ചൈന റോസ്, തേക്ക്. ഇതെല്ലാം രണ്ട് രീതിയിലും നമുക്ക് വിത്ത് മുളച്ചും കമ്പ് നട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഏതൊക്കെ? ചീമക്കൊന്ന, കറിവേപ്പ്, മുരിങ്ങ, നാലുമണിപ്പൂവ്, മൈലാഞ്ചി, കനകാംബര. ഇതെല്ലാം രണ്ട് രീതിക്കും നിർമ്മിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതാണ്? വാട്ട് തിങ്സ് ആർ ടേക്കൺ കെയർ ഓഫ് എ കൾട്ടിവേറ്റിംഗ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് സീരിയൽസ്. നമ്മൾ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ അങ്ങനെയുള്ള വസ്തുക്കൾ നടുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഗുഡ് സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ്, ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, പെസ്റ്റ് ആൻഡ് വീഡ്സ് ഷുഡ് ബി കൺട്രോൾഡ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറിഗേഷൻ ഷുഡ് ബി ഡൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നല്ല വിത്തുകൾ നടീവസ്തുക്കൾ തിരഞ്ഞെടുക്കണം, സൂര്യപ്രകാശം ലഭ്യമാക്കണം, മണ്ണ് വളക്കൂർ ഉള്ളതാകണം, അനുയോജ്യമായ കാലാവസ്ഥ, വളപ്രയോഗവും ജലസേചനവും നടത്തണം, കീടങ്ങളെയും കളകളെയും നിയന്ത്രിക്കണം. ഓക്കെ, അതൊന്ന്. പിന്നെ അടുത്ത് നമുക്ക് ഏത് പറയാം? വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്. നല്ല വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ക്വാളിറ്റി സീഡ് should be selected for better yield. For this, the respective plant should and fruit should also have good quality. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന് ഗുണമേന്മ ഉറപ്പുവരുത്തണമെങ്കിൽ വിത്തെടുക്കുന്ന ചെടി, ഫലം എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. ഓക്കെ, ആ ഒന്ന്. അടുത്തത്, ഇനി അടുത്ത ഏതാണ്? നമ്മളൊരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിന്റെ ആകൃതി, വലുപ്പം, ഭാരം, പുറത്തോട്, അതെല്ലാം നല്ലത് നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. ഇനി ഈ ചെടി കറി ലീഫ് എന്ന് പറയുന്നത്, കറി ലീഫ് പ്ലാന്റ് എന്ന് പറയുന്നത് സീഡ് വഴിയും റൂട്ട് വഴി, സ്റ്റെം വഴിയൊക്കെ മുളപ്പിച്ചെടുക്കാൻ പറ്റും. ജിഞ്ചർ പ്ലാന്റ് സ്റ്റെം വഴി, ബ്രയോഫിലിയം ലീഫ് വഴി, പെപ്പർ പ്ലാന്റ് സ്റ്റെം വഴി. അത് നോക്കണം. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതെന്താണെന്നും കൂടെ നോക്കണം. ഓക്കെ, കാര്യങ്ങളാണ്. പിന്നെ എന്തുവാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും ചെടികൾ ഏതൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ പേരുകളും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.